എല്ലാ പ്രേക്ഷകർക്കും ഗേറ്റ് ഓഫ് ഗോസ്പലിലേക്ക് സ്വാഗതം. നാം ഇവിടെ വിചിന്തനം ചെയ്യുന്നത് സെഖരിയ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന ജെറുസലേം ഭാരമുള്ള കല്ലോ എന്ന വിഷയത്തെക്കുറിച്ചാണ്. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്, ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരൂശലേമിൻ്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്കും വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടിവരും. ഈ തിരുവചന ഭാഗത്തെ ആസ്പദമാക്കി ഈ അടുത്ത നാളുകളിലൊക്കെ ചില ആളുകൾ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തുകയുണ്ടായി. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ഈ ഭാഗത്തിൻ്റെ നിറവേറലാണ്, അല്ലെങ്കിൽ സെഖരിയ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങളിൽ പരാമർശിക്കുന്നത് പോലെ ഭൂലോകത്തിലെ സകല ജാതികളും ഇസ്രായേലിനെതിരായി യുദ്ധത്തിന് കൂടി വരും എന്നുള്ള പ്രഭാഷണങ്ങൾക്ക് ഈ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. വാസ്തവത്തിൽ ഈ തിരുവചന ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത് അക്ഷരീക ഇസ്രായേലിനെ കുറിച്ച് മാത്രമുള്ളതാണോ? അത് വളരെ സൂക്ഷ്മമായി നാം പരിശോധിച്ചാൽ അല്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആയതിനാൽ ഈ തിരുവചന ഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ ശരിയായ ആശയവും അർത്ഥവും എന്താണെന്ന് പ്രേക്ഷകരുടെ മുൻപിൽ വിവരിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഭൗതിക ഇസ്രായേലിന് ഈ കാലഘട്ടത്തിൽ യാതൊരു പ്രസക്തിയുമില്ല. അതായത് ബൈബിൾ അടിസ്ഥാനത്തിൽ, തിരുവചന അടിസ്ഥാനത്തിൽ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനങ്ങളെല്ലാം നിറവേറി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രായേലിന് പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യാതൊരു പ്രസക്തിയും അവരെ സംബന്ധിച്ചിടത്തോളം വേദശാസ്ത്രപരമായിട്ടില്ല. അതൊരു ഭൗതിക രാജ്യമായിട്ട്, രാഷ്ട്രമായിട്ട് നിലകൊള്ളുന്നു എന്ന് മാത്രം. ഇസ്രായേലിനെതിരായിട്ട് സകല ജാതികളും കൂടി വരും എന്നുള്ള പ്രസ്താവന സെഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലെ വേറെയും ചില ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ കാണുവാനായിട്ട് കഴിയുന്നതാണ്. 83-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിലും ഈ തരത്തിലുള്ള ഒരു പ്രതിപാദനം നമുക്ക് കാണുവാനായിട്ട് കഴിയും. വരുവിൻ, ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നാം അവരെ മുടിച്ചു കളയുക. 83-ാം സങ്കീർത്തനം 4-ാം വാക്യം. ഇത് പഴയ നിയമകാലത്ത് അന്നത്തെ ഇസ്രായേലിനെതിരായി 15ഓളം നാട്ടുരാജ്യങ്ങൾ, രാജാക്കന്മാർ ഇസ്രായേലിനെതിരായിട്ട് അവരെ മുടിച്ചു കളയുവാൻ, ഇസ്രായേൽ ഒരു ജാതി ആകാതിരിക്കാൻ തക്കവണ്ണം അവരുടെ പേര് ഭൂമിയിൽ ഇല്ലാതെ വണ്ണം നാം അവരെ നശിപ്പിച്ചു കളയുക എന്ന് പറഞ്ഞുകൊണ്ട് കൂടി വന്നതിനെക്കുറിച്ചുള്ള പ്രസ്താവന നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ മാത്രമല്ല, വേറെയും പല ഭാഗത്ത് കാണുവാനായിട്ട് കഴിയും. യെഹെസ്കേൽ പ്രവചനം 38-ാം അധ്യായത്തിലും മീഖ പ്രവചനം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലും ഈ തരത്തിലുള്ള പ്രസ്താവനകൾ കാണുവാനായിട്ട് കഴിയുന്നതാണ്. പക്ഷേ ഇതെല്ലാം ഇനി ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നതാണ് എന്ന് പഠിപ്പിക്കുന്നതും ചിന്തിക്കുന്നതും വിഡ്ഢിത്തമാണ് എന്ന് ഓർക്കുക. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ആ കാലഘട്ടങ്ങളിൽ പ്രവചിച്ചതായ കാര്യങ്ങളാണ്. അത് ആ കാലഘട്ടങ്ങളിൽ തന്നെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരായിട്ട് കൂടി വരികയും അവരെ ഞെരുക്കുകയും യുദ്ധം ചെയ്ത് അക്ഷരാർത്ഥത്തിൽ അവർ പ്രവാസത്തിലേക്ക് പോവുകയും ചെയ്തു. അതുകൊണ്ട് അത് ആ കാലഘട്ടങ്ങളിൽ നിറവേറ്റപ്പെട്ട് കഴിഞ്ഞതായ ഭാഗങ്ങളാണ് പഴയ നിയമത്തിൽ ഇസ്രായേലിനെതിരായിട്ട് രാജ്യങ്ങളും രാജാക്കന്മാരും കൂടി വരും എന്ന് പറഞ്ഞിരിക്കുന്നതെല്ലാം. അത് ഈ കാലഘട്ടവുമായിട്ട് അതിന് യാതൊരു ബന്ധവും ഇല്ല എന്നതാണ് വാസ്തവം. സെഖരിയ പ്രവചനം 12-ാം അധ്യായത്തിലെ പ്രസ്താവന നാം പരിശോധിക്കുമ്പോൾ അത് 520 മുതൽ 518 BC വരെയുള്ള കാലഘട്ടത്തിലായിരുന്നു ഈ പ്രവചനം സെഖരിയാവ് നടത്തിയത്. ഈ സമയത്ത് പേർഷ്യൻ രാജാവിൻ്റെ കാലത്താണ്, പേർഷ്യൻ രാജാവായ ദാര്യാവേശിൻ്റെ കാലത്താണ് ഈ പ്രവചനം സെഖരിയാവ് നടത്തിയതും. ആ കാലത്ത് അവർ
യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് പ്രവാസികളായി ബാബേലിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ആ കാലഘട്ടത്തിൽ നിറവേറ്റപ്പെട്ടതായ ഒരു ഭാഗമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ സഖരിയ പ്രവചനം 12-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലെ പ്രസ്താവന സൂക്ഷ്മമായി നാം പരിശോധിച്ചാൽ, അത് അക്ഷരീക ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം ആയിരുന്നു. അതിൽ തർക്കമില്ല. ആ പ്രവചനം നാം മുമ്പ് ശ്രദ്ധിച്ചതുപോലെ BC 520 മുതൽ 518 വരെയുള്ള കാലഘട്ടങ്ങളിൽ അത് നിവർത്തിക്കപ്പെടുകയുണ്ടായി. അത് ഇസ്രായേലിന്റെ ബന്ധത്തിൽ നിവൃത്തിയായൊരു കാര്യമാണ്. എന്നാൽ അതേ ഭാഗത്ത് തന്നെ ഈ പ്രവചനത്തിൻ്റെ മറ്റൊരു വശം, ഇത് വാസ്തവത്തിൽ ഇസ്രായേലിനെ കുറിച്ച് മാത്രമുള്ളതായിരുന്നില്ല. അതിൻ്റെ ശരിയായ പ്രവചനം, ശരിയായ അർത്ഥവും കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം കൂടിയായിരുന്നു. ഇവിടെ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്, ആ കല്ല് അക്ഷരീക ഇസ്രായേലിനെ കുറിക്കുന്നതല്ല. ഇസ്രായേലിനെ കല്ലോ പാറ എന്ന് ബൈബിളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നില്ല. ബൈബിളിൽ പാറ, കല്ല് എന്നെല്ലാം പ്രസ്താവിച്ചിരിക്കുന്നത് ദൈവത്തെയും, പഴയ നിയമകാലത്ത് യഹോവയായ ദൈവത്തെയും, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് കല്ല്, പാറ എല്ലാം അർത്ഥമാക്കുന്നത്. അപ്പോൾ ആയതിനാൽ സഖരിയാവ് 12-ാം അധ്യായത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സകല ജാതികൾക്കും ഭാരമുള്ള കല്ല് എന്നുള്ളത് ഇസ്രായേലല്ല, മറിച്ച് അത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ആയിരുന്നു. അത് എങ്ങനെയായിരുന്നു എന്ന് വിശദമായി ഇവിടെ പരിശോധിക്കുന്നു. സഖരിയ 12-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യവും 3-ാം വാക്യവും 4-ാം വാക്യത്തിലൊക്കെ നാം കാണുന്നത് എങ്ങനെയാണ്? അന്നാളിൽ ഞാൻ യെരുശലേമിന് സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും, അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അപ്പോൾ അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. അതിൻ്റെ അർത്ഥം ഇസ്രായേൽ മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുമെന്നോ മറ്റുള്ളവരോട് യുദ്ധം ചെയ്യുമെന്നോ എന്നല്ല അർത്ഥം. അപ്പോൾ ഈ ഭാരമുള്ള കല്ലിനെ ചുമക്കുന്നവർക്ക് മുറിവേൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഭാരമുള്ള കല്ല് ഏതാണ്? നാം തിരുവചന ഭാഗം വ്യക്തമായി പരിശോധിക്കുമ്പോൾ ഈ പ്രസ്താവന ഇതേ രീതിയിൽ തന്നെ നമുക്ക് മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിലെ പ്രസ്താവനയുമായി അതിൻ്റെ പരാമർശവുമായി നാം വിശകലനം ചെയ്യുമ്പോൾ ഈ ഭാരമുള്ള കല്ല് ആരായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 42 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു നേരിട്ട് തന്നെക്കുറിച്ച് പ്രവചനങ്ങളെ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവിച്ചതായ കാര്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ പക്കൽ നിന്ന് എടുത്ത് അതിൻ്റെ ഫലം കൊടുക്കുന്ന ജാതിക്ക് കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും. അത് ആരുടെ മേൽ എങ്കിലും വീണാൽ അത് അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കർത്താവായ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞ കാര്യമാണ് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത്. 44-ാമത്തെ വാക്യത്തിൽ മത്തായി 21:44 ഈ കല്ലിന്മേൽ വീഴുന്നവൻ തകർന്നു പോകും, അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കല്ലും ഈ ധൂളിപ്പിക്കുന്ന പാറയും കല്ലും ആരാണ്? അത് താൻ തന്നെയാണെന്നാണല്ലോ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. 118-ാം സങ്കീർത്തനത്തിലെ വാക്യം എടുത്താണ് ഇവിടെ കർത്താവ് ഉദ്ധരിച്ചിരിക്കുന്നത്. മുകളിലത്തെ വാക്യം, താഴത്തെ ഭാഗം സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിൻ്റെ ആ പ്രസ്താവനയോട് യോജിച്ച് നിൽക്കുന്നതാണ്. അപ്പോൾ ഈ കല്ല് ആരുടെ മേൽ വീണാലും, ഈ കല്ല് ആരെടുത്താൽ ഇതിന്മേൽ തട്ടുന്നവൻ, ഇതിന്മേൽ വീഴുന്നവൻ ആരായിരുന്നാലും അവർക്ക് മുറിവേൽക്കും. ഈ പാറയും ഈ തടങ്കൽ പാറയും ഈ കല്ലും കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ മൂലക്കല്ല്. ആ വീട് പണിയുന്നവർ ആരായിരുന്നു? അത് യഹൂദ ജാതിയെക്കുറിച്ചാണല്ലോ പ്രസ്താവിച്ചിരിക്കുന്നത്. യഹൂദന്മാരുടെ രക്ഷകനും യഹൂദന്മാരുടെ വീട് പണിയുന്നവനുമായ കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ തള്ളിക്കളഞ്ഞപ്പോൾ അത് അവർക്ക് ഇടർച്ചക്കല്ലും മൂലക്കല്ലും തടങ്കൽ പാറയുമായി ഇസ്രായേലിന് അത് മുറിവേറ്റു. ആ മുറിവേറ്റ ചരിത്രമൊക്കെയാണല്ലോ അവർ AD 70 ചിതറിക്കപ്പെടുകയും യെരുശലേം ദൈവാലയം നശിപ്പിക്കപ്പെടുകയും കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ
അവരെല്ലാവരും മുറിവേറ്റവരായി യെരുശലേം വിട്ടു പോകേണ്ടതായിട്ട് വന്നത്. അപ്പോൾ യേശുക്രിസ്തുവാകുന്ന പാറമേൽ തട്ടുന്നവൻ, വീഴുന്നവൻ, അതിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് മുറിവേൽക്കും എന്നാണ് കർത്താവ് അവിടെ പറഞ്ഞതിൻ്റെ ആശയം. അപ്പോൾ ശഖരിയ പ്രവചനം 12-ാം അധ്യായത്തിലെ പ്രസ്താവന അത് അക്ഷരാർത്ഥത്തിൽ, അത് പ്രത്യക്ഷത്തിൽ ഈ ഇസ്രായേലിനെ അല്ലെങ്കിൽ യെരുശലേമിനെ കുറിക്കുന്നതും പരോക്ഷമായി വരുവാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെയും ആയിരുന്നു ഈ പാറ, ഈ തടങ്കൽ പാറ, മുറിവേൽപ്പിക്കുന്ന ഈ കല്ല് അർത്ഥമാക്കിയിരുന്നത്. ഇത് യഹൂദന് അത് മനസ്സിലാക്കുവാനായിട്ട് കഴിയാതെ പോയി എന്നതാണ് വാസ്തവം. ഇനി ഇതിൻ്റെ കൂടുതൽ വിശദീകരണത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അവിടെ യെശയ്യാവിൻ്റെ പ്രവചനം നാം പരിശോധിക്കുമ്പോൾ ഇവിടെ ഈ കല്ലിനെക്കുറിച്ചും പാറയെക്കുറിച്ചും പ്രസ്താവിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ഈ പാറയോടുള്ള ബന്ധത്തിൽ, കല്ലിനോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാരമുള്ള കല്ല് യേശുക്രിസ്തു ആയിരുന്നു എന്ന് യഹൂദന്മാർക്ക് മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും കഴിയാതെ പോയത് അത് യഹൂദന്മാരുടെ തെറ്റ് തന്നെയാണ്. യെശയ്യാവിൻ്റെ പ്രവചനം 8-ാം അധ്യായം 14-15 വാക്യം നാം പരിശോധിക്കുമ്പോൾ, യെശയ്യാവിൻ്റെ പ്രവചനം 8-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് എന്താവുന്നു എന്ന് അവിടെ നമുക്ക് വായിച്ചറിയുവാനായിട്ട് സാധിക്കും. എന്നാൽ അവൻ ഒരു വിശുദ്ധ മന്ദിരമായിരിക്കും, എങ്കിലും ഇസ്രായേൽ ഗ്രഹത്തിന് രണ്ടിനും അവൻ ഒരു ഇടർച്ച കല്ലും തടങ്കൽ പാറയും യെരുശലേം നിവാസികൾക്ക് ഒരു കുടുക്കും കണിയും ആയിരിക്കും. പലരും അതിനുമേൽ തട്ടി വീണ് തകർന്നു പോകുകയും കണിയിൽ കുടുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. യെശയ്യാ പ്രവചനം 8-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അപ്പോൾ ഈ തടങ്കൽ പാറയും കണിയും കുടുക്കും ആരായിരുന്നു? അത് കർത്താവായ യേശു ക്രിസ്തുവായിരുന്നു. യഹൂദനോടുള്ള ബന്ധത്തിൽ, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഈ പ്രവചനം യെശയ്യാവ് വിളിച്ചു പറയുമ്പോൾ അവിടെ രക്ഷകനും കർത്താവും മശിഹയുമായി വരാനിരുന്ന അവിടെ മശിഹയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു ഇവിടെ പ്രവാചകൻ നടത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞിരിക്കുന്ന ആ മശിഹ, ആ കർത്താവ്, ആ വീണ്ടെടുപ്പുകാരൻ ആരാണ്? അവൻ ഇടർച്ച കല്ലാണ്, തടങ്കൽ പാറയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യെരുശലേം നിവാസികൾക്കും യഹൂദ നിവാസികൾക്കും അവൻ ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും കുടുക്കും കണിയുമായി തീരും. കാരണം എന്താണ്? അതിനുമേൽ തട്ടി വീണ് അവർ തകർന്നു പോകും. അപ്പോൾ ഈ പാറയെ, ഈ കല്ലിനെ അവർ രക്ഷകനായി അംഗീകരിക്കാതെ വന്നപ്പോഴാണ് അത് അവർക്ക് ഇടർച്ചക്കല്ലും തടങ്കൽ പാറയും മുറിവേൽപ്പിക്കുന്ന കല്ലുമായി തീർന്നത്. അതാണ് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ ഭാഗമെല്ലാം കർത്താവായ യേശുക്രിസ്തുവാകുന്ന പാറയെ കുറിക്കുന്ന പ്രവചനമായിരുന്നു. അതനുസരിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. വീണ്ടും നാം തിരുവചനം പരിശോധിക്കുമ്പോൾ യെശയ്യാവിൻ്റെ പ്രവചനം തന്നെ 28-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ, അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള അടിസ്ഥാനമായിട്ട് ശോധന ചെയ്ത കല്ലും വിലയേറിയ മൂലക്കല്ലും ആയി ഒരു അടിസ്ഥാന കല്ല് ഇട്ടിരിക്കുന്നു, വിശ്വസിക്കുന്നവൻ ഓടിപ്പോകുകയില്ല. യെശയ്യാവിൻ്റെ പ്രവചനം 28-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇതും മശിഹയെക്കുറിച്ചുള്ള, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണല്ലോ. അപ്പോൾ ഈ രണ്ട് പ്രവചനങ്ങളും, യെശയ്യാവ് 8-ന്റെ 14-15 വാക്യവും യെശയ്യാവ് 28-ന്റെ 16 വാക്യവും പുതിയ നിയമത്തിൽ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അത് പ്രേക്ഷകരെ വായിച്ച് കേൾപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ സഖരിയാവ് 14 പറഞ്ഞിരിക്കുന്ന സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിലെ പ്രസ്താവന എന്താണ്? അത് അക്ഷരീക ഇസ്രായേലിനെ കുറിച്ചോ അല്ലെങ്കിൽ യെരുശലേമിനെ കുറിച്ചുള്ളത് മാത്രമായിരുന്നില്ല. അത് പ്രത്യക്ഷത്തിൽ അവരെക്കുറിച്ചുള്ളതും പരോക്ഷമായി അത് കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം ആയിരുന്നു. അപ്പോൾ ആ പ്രവചനമനുസരിച്ച് കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ഭൂജാതനായി തീർന്നപ്പോൾ ആ പ്രവചനം നിവൃത്തീകരിക്കപ്പെട്ടു. ഇന്ന് ആ പ്രവചനത്തിന് യാതൊരു പ്രസക്തിയുമില്ല. പിന്നെ ഇസ്രായേലിനോട് ബന്ധത്തിൽ അത് ദാര്യാവേസ് രാജാവിൻ്റെ കാലത്ത് BC 520 മുതൽ 518 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടു. അവർ പ്രവാസത്തിലേക്ക് പോയി, പ്രവാസികളായി യെരുശലേം വിട്ടു പോയപ്പോൾ അത് അവരെ സംബന്ധിച്ചും അത് നിറവേറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് ഈ കാലത്ത് ഈ പ്രവചനങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രസ്താവനകളോ പഠിപ്പിക്കലുകളോ പ്രസംഗങ്ങളോ നിരർത്ഥകമാണ് എന്ന യാഥാർത്ഥ്യം ദൈവശാസ്ത്രപരമായി നാം മനസ്സിലാക്കുക. യേശുക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. കർത്താവായ യേശുക്രിസ്തു സഭയുടെ മൂലക്കല്ലാണല്ലോ. ഈ യെശയ്യാ പ്രവചനം 8-ാം അധ്യായം
14-15 വാക്യവും യെശയ്യാ പ്രവചനം 28 അധ്യായം 16 വാക്യവും ആ വാക്യം തന്നെ അങ്ങനെ തന്നെ പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ആ ലേഖനത്തിലെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇസ്രായേലിൽ തള്ളിക്കളഞ്ഞ് വീട് പണിതവർ തള്ളിക്കളഞ്ഞ കല്ല്, മിനുസമുള്ള കല്ല്, അടിസ്ഥാന കല്ല്, മൂലക്കല്ലായവൻ അത് കർത്താവ് തന്നെ ആയിരുന്നു എന്ന് താൻ തന്നെ ഈ വാക്യങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് താൻ പറയുന്നുണ്ട്. പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 4 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വളരെ വ്യക്തമായി പത്രോസ് എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട്. പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 4 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗൃഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അപ്പോൾ മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ കല്ലായി തീർന്നത് ആരാണ്? കർത്താവായ യേശുക്രിസ്തു. ഏത് മനുഷ്യരാണ് തള്ളിയത്? ആ തള്ളിയത് യഹൂദന്മാരാണ്. അതാണ് 118 സങ്കീർത്തനത്തിലെ വാക്യമാണ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ മനുഷ്യർ തള്ളിയത്, യഹൂദന്മാർ തള്ളിക്കളഞ്ഞ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി, വീടിൻ്റെ മൂലക്കല്ലായി തീർന്നു എന്ന് കർത്താവും പറഞ്ഞിട്ടുണ്ട്. ഇത് അപ്പോസ്തലനും പറഞ്ഞിരിക്കുന്നു. കർത്താവ് തന്നെക്കുറിച്ച് ഈ പ്രവചനം തന്നെക്കുറിച്ചായിരുന്നു എന്ന് യഹൂദന്മാർ കേൾക്കെ കർത്താവ് വിളിച്ചു പറഞ്ഞെങ്കിലും അത് അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. അതേ വാക്യം തന്നെ പത്രോസും ഇവിടെ എടുത്ത് ഉദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ തള്ളിക്കളഞ്ഞ ആ കല്ല് യേശുവാണ് എന്ന് അവർ യഹൂദന്മാരായിരുന്നല്ലോ, അവർക്കത് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ആ കല്ലിൻ്റെ അംശങ്ങളായി തീർന്നത്. ഈ കല്ലിൻ്റെ അടുക്കൽ വന്ന് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ യേശുക്രിസ്തു മുഖാന്തരം ആത്മീയ യാഗം കഴിപ്പാൻ വിശുദ്ധ പുരോഹിത വർഗമായി അവർ പണിയപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലാണ് കർത്താവായ യേശുക്രിസ്തു. ആ കല്ലിൻ്റെ അടുക്കൽ വരുന്നവൻ ജീവനുള്ള കല്ലുകൾ ആയി മാറുന്നു. ആ കല്ലുകളെ കൊണ്ടാണ് കർത്താവ് തൻ്റെ സഭയെ പണിയുന്നത്. ആ വാക്യത്തിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ 5 മുതൽ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. സഭ പണിയപ്പെട്ടിരിക്കുകയല്ല, സഭ പണിതുകൊണ്ടിരിക്കുകയാണ്. സഭയുടെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല, പണിതുകൊണ്ടിരിക്കുന്നു. സഭ പണിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സഭയുടെ പണി പൂർത്തീകരിച്ചിട്ടില്ല. സഭയുടെ പണി പൂർത്തീകരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ പുനരാഗമനത്തിലാണ്. അതുവരെയും രക്ഷിക്കപ്പെടുന്ന ഓരോരുത്തരും ചേർത്തുകൊണ്ട് ഓരോ ജീവനുള്ള കല്ലുകളെ കൊണ്ട് കർത്താവ് തൻ്റെ ദൈവസഭയെ പണിതുകൊണ്ടിരിക്കുന്നു. അതാണ് ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. 6 വാക്യത്തിൽ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അപ്പോൾ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു എന്നുള്ള ആ ഉദ്ധരണി പത്രോസ് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? യെശയ്യാവിൻ്റെ പ്രവചനം 28 അധ്യായം 16 വാക്യമാണ് ഇവിടെ എടുത്ത് പത്രോസ് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ല്, ആ മൂലക്കല്ല് കർത്താവ് ദൈവം സിയോനിൽ ഇട്ടിരുന്നു. അത് ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. ആ ഇട്ടിരുന്ന മൂലക്കല്ലാണ് ഈ തടങ്കൽ പാറ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്ന കല്ല്. ഇത് ചുമക്കുന്നവൻ, ഇതിൽ തട്ടുന്നവൻ, ഇതിൽ വീഴുന്നവൻ മുറിവേൽക്കും. അതെങ്ങനെയാണ് മുറിവേൽക്കുക? ഇതിനെ തിരസ്കരിക്കുമ്പോഴാണ്, തള്ളിക്കളയുമ്പോഴാണ് അത് അവർക്ക് തടങ്കൽ പാറയും മുറിവേൽപ്പിക്കുന്ന കല്ലും ഭാരമുള്ള കല്ലുമായി തീരുന്നത്. ഇല്ലെങ്കിൽ അത് ഭാരമുള്ള കല്ലോ മുറിവേൽപ്പിക്കുന്ന പാറയോ തടങ്കൽ പാറയോ ആകുന്നില്ല. യഹൂദന്മാർ കർത്താവിനെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അത് അവർക്ക് തടങ്കൽ പാറയായി, മുറിവേൽപ്പിക്കുന്ന പാറയായി രൂപാന്തരപ്പെട്ടു. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായൊരു മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇറച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. എത്ര വ്യക്തമായിട്ടാണ് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വിശ്വസിക്കുന്നവർക്ക് ഇത് മൂലക്കല്ല് അടിസ്ഥാന കല്ലാണ്, അനുഗ്രഹിക്കപ്പെട്ട കല്ലാണ്, മുറിവേൽക്കുന്നില്ല, ധൂളിപ്പിക്കുന്നില്ല, ഭാരമുള്ളതല്ല. എന്നാൽ വിശ്വസിക്കാതെ ഈ കല്ലിൽ തള്ളിക്കളയുമ്പോൾ ഈ കല്ല് അങ്ങനെയുള്ളവർക്ക് എന്തായിത്തീരുന്നു? അതാണ് പത്രോസ് പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്നു.
അപ്പോൾ ശഖരിയാവ് 12-ാം അധ്യായത്തിലെ പ്രസ്താവന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം കൂടിയായിരുന്നു. അത് അക്ഷരീക ഇസ്രായേലിനെ കുറിച്ച് മാത്രമുള്ളത് ആയിരുന്നില്ല. അപ്പോൾ രണ്ട് തരത്തിലും അക്ഷരീക ഇസ്രായേലിനെ കുറിച്ചുള്ളത് BC നിറവേറി, എന്നാൽ യഥാർത്ഥമായിരിക്കുന്ന തടങ്കൽ പാറയെ ആ പാറ ഭാരമുള്ള കല്ല് യേശുക്രിസ്തുവായിരുന്നു. അത് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ഭൂജാതനായതോടുകൂടി ആ പ്രവചനം രണ്ട് നിലയിലും യഥാർത്ഥമായി നിവൃത്തീകരിക്കപ്പെട്ടു എന്നതാണ് വാസ്തവം. അപ്പോൾ ഇതിനെ ചൊല്ലി ഈ വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിരർത്ഥകമായ ഈ പ്രസ്താവനകളും പ്രസംഗങ്ങളും നടത്തുന്നത് തികച്ചും വചനവിരുദ്ധവും വിവരക്കേടും എന്നേ നമുക്ക് പറയുവാനായിട്ട് കഴിയുകയുള്ളൂ. വീണ്ടും നാം തിരുവചനത്തെ പരിശോധിക്കുമ്പോൾ ബൈബിൾ ഇപ്രകാരം പറയുന്നത്, യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, സഭയുടെ അടിസ്ഥാനക്കല്ല് ആരാണ്? അത് കർത്താവായ യേശുക്രിസ്തു ആകുന്നു എന്ന പത്രോസും പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തു സഭയുടെ മൂലക്കല്ലാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിൽ ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അപ്പോൾ സഭയുടെ മൂലക്കല്ലും സഭയുടെ അടിസ്ഥാനക്കല്ലും ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. അപ്പോൾ സഭയുടെ യഥാർത്ഥ ഈ മൂലക്കല്ല് എന്ന് പറഞ്ഞാൽ, നാം ഇവിടെ നമ്മുടെയൊക്കെ നാട്ടിൽ വീട് പണിയുമ്പോൾ ആ വീടിന് ആദ്യമായിട്ടിടുന്ന ഒരു കല്ലുണ്ട്, ഒരു മൂലക്കല്ല്. എന്നാൽ ഈ പലസ്തീൻ നാട്ടിലെ പാരമ്പര്യം അനുസരിച്ച് തറയിൽ ഇടുന്ന കല്ലിനെയല്ല മൂലക്കല്ല് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്, മറിച്ച് ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗത്ത് റൂഫ് കൂട്ടി യോജിപ്പിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിനെയാണ് മൂലക്കല്ല് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇസ്രായേലിൽ യെരുശലേമിൽ ചെന്നപ്പോൾ അങ്ങനെ ഒരു ബിൽഡിംഗ് കാണുകയും അതിൽ നിന്നും പല കാര്യങ്ങൾ പഠിക്കുവാൻ കഴിഞ്ഞു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ രീതി അനുസരിച്ച് മൂലക്കല്ലെന്ന് പറഞ്ഞാൽ താഴെ ഇടുന്ന കല്ലിനല്ല പ്രാധാന്യം, മുകളിലെ റൂഫ് കൂട്ടി യോജിപ്പിക്കുന്നതിനെയാണ് അവിടെ മൂലക്കല്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു സകലത്തെയും കൂട്ടി യോജിപ്പിക്കുകയാണ്. തന്നിലൂടെയാണ് തൻ്റെ സഭ പണിയപ്പെടുന്നത്. ഇനി താഴെ ഇടുന്ന കല്ല് തന്നെയാണ് മൂലക്കല്ലെന്ന് പറഞ്ഞാലും അതിനും അപാകതയൊന്നുമില്ല. അപ്പോൾ താഴെയും മുകളിലെയും യോജിപ്പിച്ച് ഒന്നാക്കി ക്രിസ്തുവിൽ ഒന്നായി നമ്മെ പണിയുന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നു, തൻ്റെ സഭയുടെ, യേശുക്രിസ്തുവിൻ്റെ സഭയുടെ അടിസ്ഥാനക്കല്ലും മൂലക്കല്ലും ആരാണ്? അത് യേശുക്രിസ്തു തന്നെയാണ്. ക്രിസ്തുയേശു തന്നെ മൂലക്കല്ലായിരിക്കും നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അത്രയും വ്യക്തമാണല്ലോ. പത്രോസിനോട് പറഞ്ഞിരിക്കുന്നു, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ ആ പാറ എന്ന് പറഞ്ഞാൽ അവിടെ ഏകവചനമായ വാക്ക് പെട്ര എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഏകവചനമാണ്. നീ പത്രോസാവെന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം, നീ ആ പത്രോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് പാറയുടെ കഷ്ണം എന്ന അടിസ്ഥാനത്തിലാണ്. നീ ഒരു പാറയുടെ കഷ്ണമാണ്. എന്നാൽ വലിയ പാറയായ എൻ്റെ മേൽ നിന്നെയും നിന്നെപ്പോലുള്ള രക്ഷിക്കപ്പെട്ട് ഏറ്റുപറഞ്ഞു വരുന്ന ഓരോരുത്തരും ചേർത്തുകൊണ്ട് ഞാൻ എൻ്റെ സഭയെ പണിയും എന്നാണ് കർത്താവ് പറഞ്ഞതിൻ്റെ സാരാംശം. അപ്പോൾ ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ നീ പെട്രോസ് ആകുന്നു, ഞാൻ പെട്രയാകുന്നു. പത്രോസ് എന്നതിൻ്റെ ഗ്രീക്ക് പദം പെട്രോസ് എന്നാണ്. പാറയുടെ കഷ്ണം, കല്ലിൻ്റെ കഷ്ണം എന്നാണ് പെട്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. എന്നാൽ യേശുക്രിസ്തു പെട്രയാണ്, പാറയാണ്. ആ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. അപ്പോൾ അത് ധൂളിപ്പിക്കുന്ന കല്ലാണ്, അത് തകർക്കുന്ന കല്ലാണ്, അത് മുറിവേൽപ്പിക്കുന്ന കല്ലാണ്, അത് ഭാരമുള്ള കല്ലാണ് എന്നത് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കിയിരിക്കണം. വിശ്വസിക്കുന്നവർക്ക് ഇതില്ല. വിശ്വസിക്കാത്തവർക്കാണ് ഇടർച്ചക്കല്ല്, തടങ്കൽ പാറ, ഭാരമുള്ള കല്ല്, മുറിവേൽപ്പിക്കുന്ന കല്ല്, ധൂളിപ്പിക്കുന്ന കല്ല്. കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് വീണ്ടും ആത്മീക അർത്ഥത്തിൽ ഈ പാറ പണ്ട് മുതൽ തന്നെ അന്നത്തെ ദൈവജനമായിരുന്ന ഇസ്രായേലിനെ അനുഗമിച്ചിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇതിനെക്കുറിച്ച് ധന്യനായ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. കോരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 4-ാം വാക്യം. അപ്പോൾ എത്രയോ ആത്മീയമായ അർത്ഥമാണ് വളരെ വ്യക്തമായി ഇവിടെ പൗലോസ് വിവരിച്ചിരിക്കുന്നത്.
അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തുവായിരുന്നു. ഇസ്രായേൽ മക്കളുടെ മരുഭൂമി യാത്രയിൽ വെള്ളമില്ലാതെ അവർ വിഷമിച്ച് ദൈവത്തോട് നിലവിളിച്ച് കരഞ്ഞപ്പോൾ ദൈവം ഹോരേബിൽ നീ വടിയുമായി ചെന്ന് പാറയടിക്കുവാൻ മോശയോട് കൽപ്പിച്ച്, അങ്ങനെ മോശ ചെന്നു അവൻ പാറയടിച്ച് പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടു. ഇസ്രായേൽ മക്കൾ കുടിച്ച് ദാഹം തീർത്ത് ക്ഷീണം മാറ്റി പ്രയാണം തുടർന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഒരു ആത്മീക അർത്ഥത്തിൽ പാറയായിട്ട് അവർ അനുഗമിച്ചത് ആരായിരുന്നു? അത് യേശുക്രിസ്തു ആയിരുന്നു എന്നാണ് ഈ വലിയ മർമ്മം പൗലോസ് ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പല പരോക്ഷമായ നിലയിൽ പഴയ നിയമം നാം പരിശോധിച്ചാൽ യേശു ക്രിസ്തുവിനെ അവിടെ കാണുവാനായിട്ട് സാധിക്കും. അത് വേറൊരു വിഷയത്തിൽ നമുക്ക് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ ക്രിസ്തു ആവുന്ന പാറ, അവ ഇസ്രായേൽ മക്കളെ അനുഗമിച്ച ആത്മീയ പാറ യേശു ക്രിസ്തു ആയിരുന്നു. ആ പാറ മിനുസമുള്ള അടിസ്ഥാനക്കല്ലാണ്, അത് മൂലക്കല്ലാണ്, ധൂളിപ്പിക്കുന്ന ആ പാറയാണ്, മുറിവേൽപ്പിക്കുന്ന പാറയാണ്. എന്നാൽ വിശ്വസിക്കുന്നവർക്കും അനുഗമിക്കുന്നവർക്കും ദാഹം ശമിപ്പിക്കുന്ന പാറ, അവരെ പ്രത്യാശ നൽകുന്ന പാറ, ഉറപ്പിക്കുന്ന പാറ, സുരക്ഷിതത്വം നൽകുന്ന പാറയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരുവചനത്തിൽ നിന്നും മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. നാം ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം നാം പരിശോധിക്കുമ്പോൾ അവിടെ കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ലിനെ കുറിച്ച്, ഒരു പാറയെക്കുറിച്ചുള്ള പ്രസ്താവമുണ്ട്. ആ പ്രസ്താവം, ആ കല്ല്, ആ പാറ യേശുക്രിസ്തു തന്നെ ആയിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 32-ാമത്തെ വാക്യത്തിൽ കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്നു. നെബൂഖദ്നേസർ രാജാവ് നിർത്തിയിരുന്ന ആ ബിംബം, ആ ബിംബത്തെ കല്ല് വന്ന് അതിനെ തകർത്ത് കളഞ്ഞതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ആ ബിംബത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുള്ളൂ. അപ്പോൾ ആ ബിംബത്തെ തകർത്തത് കൈ തൊടാതെ പറഞ്ഞു വന്ന ഒരു കല്ലായിരുന്നു എന്നാണ് ഇവിടെ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ആ കല്ല് കർത്താവായ യേശുക്രിസ്തു തന്നെയായിരുന്നു. ദാനിയേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം 35 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ നാം പരിശോധിക്കുമ്പോൾ ബിംബത്തെ അടിച്ച കല്ല് ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമിയിലൊക്കെയും നിറഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ബിംബത്തെ അടിച്ച കല്ല്, കൈ തൊടാതെ പറഞ്ഞു വന്ന ഈ കല്ല് എന്തായി തീർന്നു? ബിംബത്തെ തകർത്തു, വിഗ്രഹത്തെ തകർത്തു. മാത്രമല്ല ആ കല്ല് സർവ്വഭൂമിയിലും ഒരു മഹാപർവ്വതമായി തീർന്നു, ഭൂമി നിറഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ കല്ല് ഏതാണ്? ആ കല്ല് കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഈ പ്രവചന ഭാഗമൊക്കെ മത്തായിയുടെ സുവിശേഷത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലെല്ലാം ഇതിൻ്റെ ഉദ്ധരണികൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ്. കൈ തൊടാതെ പറഞ്ഞു വന്ന ആ കല്ല്. ആ കല്ല് എന്ന് പറയുമ്പോൾ ഭൂമി മുഴുവനും നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭ ഈ ഭൂമി മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ്. സഭ ഈ ഭൂമിയിൽ സ്ഥാപിച്ചതിനെയും ക്രിസ്തുവിൻ്റെ സുവിശേഷം ഭൂലോകമൊക്കെയും പരന്നതിനെയും അല്ലെങ്കിൽ വ്യാപിച്ചതിനെയാണ് അത് സിംബോളിക്കായിട്ട് അവിടെ ദാനിയേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു എന്ന് റോമാലേഖനം 10-ാം അധ്യായം 18-ാം വാക്യത്തിൽ പ്രസ്താവിച്ചിരിക്കുന്നു. സങ്കീർത്തനം 19-4 വാക്യമാണ് ഇവിടെ പൗലോസ് എടുത്ത് ഉദ്ധരിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ നാദം സർവ്വഭൂമിയിലും അവരുടെ വചനം ഭൂതലത്തിൻ്റെ അറ്റത്തോളവും പരന്നു. അത് സുവിശേഷമാണല്ലോ. അപ്പോൾ സുവിശേഷം ഭൂലോകത്തിൻ്റെ അറ്റത്തോളവും പരന്നതും യേശുക്രിസ്തുവിൻ്റെ സഭ ഭൂമിയിൽ വ്യാപിച്ചു നിൽക്കുന്നതിനെയാണ് കൈതൊടാതെ പറഞ്ഞു വന്ന കല്ല് ബിംബത്തെ അടിച്ച് തകർത്ത ശേഷം മഹാപർവ്വതമായി ഭൂമി മുഴുവനും നിറഞ്ഞതിൻ്റെ ആത്മീകാർത്ഥം അതാണ്. അതുകൂടാതെ ഈ ദാനിയേലിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നത് 2-ാം അധ്യായം 44-ാമത്തെ വാക്യത്തിൽ അവിടെ ഒരു വലിയൊരു പ്രസ്താവന നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആ പ്രസ്താവന കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ സ്ഥാപിക്കുവാനിരുന്ന തൻ്റെ രാജ്യത്തെക്കുറിച്ചും അഥവാ ദൈവരാജ്യത്തെക്കുറിച്ചും തൻ്റെ സഭയെക്കുറിച്ചുമുള്ള മുൻകൂട്ടിയുള്ള പ്രവചനമായിരുന്നു. ദാനിയേൽ പ്രവചനം 2-ാം അധ്യായം 45-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ 44 മുതൽ നാം പരിശോധിക്കുമ്പോൾ കാണുന്നത്, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളെ ഒക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. കൈ തൊടാതെ
ഒരു കല്ല് പർവ്വതത്തിൽ നിന്ന് പറഞ്ഞു വന്ന് ഇരുമ്പും താമറും കളിമണ്ണും വെള്ളിയും പൊന്നും തകർത്ത് കളഞ്ഞതായി കണ്ടതിൻ്റെ താല്പര്യമോ? മഹാദൈവം മേലാൽ സംഭവിപ്പാനുള്ളത് രാജാവിനെ അറിയിച്ചിരിക്കുന്നു. സ്വപ്നം നിശ്ചയവും അർത്ഥം സത്യവുമാകുന്നു. ദാനിയേലിന്റെ പ്രവചനം 2-ാം അധ്യായം 44 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും നശിച്ചു പോകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്വം ഏതാണ്? ഈ രാജ്യത്വം മറ്റ് രാജ്യങ്ങളെല്ലാം തകർത്ത് നശിപ്പിക്കുകയും ചെയ്യും. ഏതാണ് ഈ രാജ്യത്വം? ഭൂമിയിൽ ഉണ്ടാകുവാനിരുന്ന 4 സാമ്രാജ്യങ്ങളുടെ ചിത്രമാണ് ഈ നെബൂഖദ്നേസർ നിർത്തിയ ബിംബത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സാമ്രാജ്യം ബാബേൽ സാമ്രാജ്യമായിരുന്നു. അതാണ് ഒന്ന്. മറ്റ് 3 സാമ്രാജ്യങ്ങൾ ഇനി ഭാവിയിൽ വരുമെന്നാണ് ദാനിയേൽ പ്രവാചകന്റെ കാലത്ത് നെബൂഖദ്നേസർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ദാനിയേലിന് സ്വപ്നത്തിലൂടെ ദൈവം വെളിപ്പെടുത്തി കൊടുത്തത്. ദാനിയേൽ അത് ബാബേൽ രാജാവിനെ അറിയിച്ചത്. നെബൂഖദ്നേസർ രാജാവിന് ശേഷം ഭൂമിയിൽ സംജാതമാകുവാനിരുന്ന മറ്റ് 3 സാമ്രാജ്യങ്ങളെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ആ സാമ്രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാം. ബാബേൽ സാമ്രാജ്യം കഴിഞ്ഞിട്ട് പിന്നെ വന്ന സാമ്രാജ്യം മേദ്യ പേർഷ്യൻ സാമ്രാജ്യമാണ്. അത് കഴിഞ്ഞ് വന്ന സാമ്രാജ്യം ഗ്രീക്ക് സാമ്രാജ്യമാണ്. ഗ്രീക്ക് സാമ്രാജ്യത്തിന് ശേഷം വന്ന ഒടുവിലത്തെ സാമ്രാജ്യം റോമൻ സാമ്രാജ്യമാണ്. അങ്ങനെ റോമൻ സാമ്രാജ്യത്തോടു കൂടി പിന്നെ സാമ്രാജ്യമില്ല. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലത്ത്, അതായത് റോമൻ സാമ്രാജ്യം നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ, ഏകദേശം റോമൻ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തിയ അവസാനിക്കുന്ന കാലഘട്ടത്തിൽ മറ്റൊരു സാമ്രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ചു. ആ സാമ്രാജ്യം ഏതാണ്? ആരാണ് ആ സാമ്രാജ്യം സ്ഥാപിച്ചത്? ആ സാമ്രാജ്യം സ്ഥാപിച്ചത് നിസ്തുല്യനായ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ സാമ്രാജ്യം സ്നേഹത്തിൻ്റെ സാമ്രാജ്യമാണ്. അഥവാ സ്നേഹസ്വരൂപനായ യേശു ക്രിസ്തുവിൻ്റെ ദൈവരാജ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സഭ. ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവരാജ്യമാകുന്ന ആ രാജ്യമാണ് കർത്താവ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ രാജ്യത്വം വേറെ ഒരു ജാതിക്കും ഏൽപ്പിക്കപ്പെടുകയില്ല. ഈ രാജ്യത്വങ്ങൾ മറ്റു രാജ്യങ്ങളെല്ലാം അത് തകർത്ത് അതെന്നേക്കും നിലനിൽക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞത്. അത് ഭൂമിയിൽ യേശുക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെടുവാനിരുന്ന ദൈവസഭയുടെ ഭാവി കാല പ്രവചനമായിരുന്നു ദാനിയേൽ 2:44 മുതൽ 45 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് കൈ തൊടാതെ പറഞ്ഞു വന്ന ആ കല്ല് വരുവാനിരുന്ന കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ പഴയ നിയമത്തിൽ പരോക്ഷമായിട്ട് ക്രിസ്തുവിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമി വെള്ളം കൊടുത്ത അടിക്കപ്പെട്ട പാറ പോലെ തന്നെ പഴയ നിയമത്തിൽ ഇനിയും വേറെയും ദൃഷ്ടാന്തങ്ങളുണ്ട്. പക്ഷെ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പോൾ ആ കൈ തൊടാതെ പറഞ്ഞു വന്ന കല്ല് അത് ധൂളിപ്പിക്കുന്ന പാറയാണ്, തടങ്കൽ പാറയാണ്, മുറിവേൽപ്പിക്കുന്ന പാറയാണ്, ഭാരമുള്ള കല്ലാണ്, ഭൂലോകമൊക്കെയും നിറഞ്ഞു നിൽക്കുന്ന കല്ലാണ് ഈ കല്ല്, ഈ തടങ്കൽ പാറ എന്ന് നാം ദൈവവചനം പരിശോധിച്ചതിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ആയതിനാൽ ദാനിയേൽ പ്രവചനത്തിലും അതുപോലെ യെശയ്യാ പ്രവചനത്തിലും ഒക്കെ പ്രസ്താവിച്ചിരിക്കുന്ന കല്ല്, പാറ, തടങ്കൽ പാറ, അടിസ്ഥാനക്കല്ല് എല്ലാം ആരെ കുറിക്കുന്നതായിരുന്നു? അത് ഇസ്രായേലിനെ കുറിക്കുന്നതായിരുന്നില്ല, യെരുശലേമിനെ കുറിക്കുന്നതായിരുന്നില്ല. മറിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെയും ക്രിസ്തുവിലൂടെ ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനിരുന്ന ദൈവസഭയെയും അതിൻ്റെ അടിസ്ഥാനങ്ങളെയായിരുന്നു ഇവിടെ സൂചിപ്പിച്ചിരുന്നത്. അപ്പോൾ സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിലെ പ്രസ്താവന അക്ഷരീകമായ ഇസ്രായേലിനെ കുറിച്ച് മാത്രമുള്ളത് അല്ലായിരുന്നു എന്ന സത്യം നാം മനസ്സിലാക്കുക. അനേക വചന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് ഗ്രഹിക്കുവാൻ നമുക്ക് കഴിഞ്ഞല്ലോ. അത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് നിറവേറിക്കഴിഞ്ഞു. ഇനി അതെടുത്ത് പ്രസംഗിക്ക് വരാൻ നിറവേറേണ്ടതാണെന്നൊക്കെ പറയുന്നത് ഭോഷത്വവും ബുദ്ധിശൂന്യവും വചന വിരുദ്ധവും വേദവിപരീതവും ദൈവശാസ്ത്രത്തിന് യോജിക്കുന്നതായ ഒരു വ്യാഖ്യാനമല്ല എന്ന സത്യം നാം ഗ്രഹിക്കുക. അപ്പോൾ ഈ ഇസ്രായേലിനെ ഭാരമുള്ള കല്ലാക്കി വെക്കും എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്ന് മനസ്സിലായല്ലോ. അത് ആ ഇസ്രായേൽ ആരായിരുന്നു എന്നും അത് ഇസ്രായേലിനുള്ള ബന്ധത്തിൽ അക്ഷരാർത്ഥത്തിൽ അത് പ്രത്യക്ഷമായി നിറവേറിയെന്നും, എന്നാൽ ആ ഭാരമുള്ള കല്ല് വരുവാനിരുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനം കൂടിയായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിഞ്ഞല്ലോ. ഇന്നും ചില ആളുകൾ ഒരു കാര്യവുമില്ലാതെ, ഒരർത്ഥവുമില്ലാത്ത ആ പ്രവചനങ്ങളും അല്ലെങ്കിൽ പ്രസ്താവനകളൊക്കെ നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിനെ അത്തിയോട് ഉപമിച്ചുകൊണ്ട് അത്തി തളർത്തു, അതുകൊണ്ട് ഇസ്രായേലിന് അഭിവൃദ്ധി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇന്നും ചില ആളുകൾ പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ശരിയായ നിലയിൽ ദൈവവചനം വായിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ഇസ്രായേലിനെ ഒരിക്കലും അത്തിയോട് ഉപമിച്ചിട്ടില്ല.
കാരണം ഇസ്രായേൽ അത്തിയുമല്ല. അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ കർത്താവിൻ്റെ വരവെടുത്തു എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിൻ്റെ തളിർപ്പോ ഇസ്രായേലിൻ്റെ വളർച്ചയോ തളർച്ചയെക്കുറിച്ചല്ല. അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അത് സ്വാഭാവികമായി കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. സാധാരണ നാട്ടിൻപുറങ്ങളിൽ വേനൽക്കാലത്തും വൃക്ഷങ്ങൾ തളിർക്കാറുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് അതിനെ ഉപമിച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞൊരു ഉപമയാണ്. അപ്പോൾ അങ്ങനെയുള്ള മരങ്ങൾ തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് അവർക്കറിയാം. കർത്താവ് പറഞ്ഞ ഉപമയിൽപ്പെട്ട ഒന്നാണത്. ഇനി അത്തി മാത്രമാണോ? നാം മറ്റു സുവിശേഷങ്ങൾ പരിശോധിക്കുമ്പോൾ അത്തി മുതലായ വൃക്ഷങ്ങൾ തളിർക്കുമ്പോൾ വേനൽ അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ ഓർക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ചില ആളുകൾ ആ മറ്റു വൃക്ഷങ്ങൾ എടുക്കാറില്ല, അത്തിയെ മാത്രം എടുത്തുകൊണ്ട് അത് യഹൂദനാണെന്നൊക്കെ ഉള്ള ഈ വക ഒരിക്കലും വചനത്തോട് നീതി പുലർത്താൻ കഴിയാത്ത കാലകരണപ്പെട്ടു പോയ അർത്ഥങ്ങളും വാക്യങ്ങളും എടുത്ത് പ്രഭാഷണങ്ങൾ നടത്തുന്നത് തികച്ചും വിരോധാഭാസമാണ്. അതുകൊണ്ട് അത്തി ഒരിക്കലും യഹൂദനല്ല. പല വൃക്ഷങ്ങളെക്കുറിച്ചും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ യഹൂദനാണ് അത്തി എന്നൊക്കെ പറയുന്നത് എവിഡൻസ് ഇല്ല, ബോധബലകമായ അതിന് വാക്യങ്ങളില്ലാത്ത വ്യാഖ്യാനങ്ങളാണ്. അപ്പോൾ സഖരിയ പ്രവചനം 12-ാം അധ്യായത്തിലെ ആ ഭാരമുള്ള കല്ല് ആരായിരുന്നു, അത് എന്തിനെയായിരുന്നു കുറിച്ചിരുന്നു എന്ന് നമുക്ക് വ്യക്തമായല്ലോ. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ട് പാവമോചനം പ്രാപിച്ചിരിക്കുന്ന ഓരോ വ്യക്തികളും യേശുക്രിസ്തു സ്ഥാപിച്ച സത്യസഭയുടെ ഭാഗമായി യേശുക്രിസ്തുവാകുന്ന പാറമേൽ നാം അടിസ്ഥാനപ്പെട്ട് ആ പാറയോട് ചേർന്ന് ജീവനുള്ള കല്ലുകളായി യേശുക്രിസ്തുവിനാൽ നാം ക്രിസ്തുവിൻ്റെ സഭയുടെ ഭാഗമായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവരെയും ഈ ക്രിസ്തുവാകുന്ന ഈ പാറമേൽ നമുക്ക് അടിയുറച്ച് നിൽക്കാം. അതിനായി ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.